ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നൊരു സിമ്പിളായിട്ടൊരു ഗെറ്റ് റെഡി വിത്ത് മീയാണ്. അപ്പോൾ ഇന്നൊരു കല്യാണമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ ശരിക്കും ഷോർട്സ് ചെയ്യാൻ വേണ്ടി എടുത്ത ക്ലിപ്പാണ്. പിന്നെ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ തന്നെ റോ ആയിട്ട് തന്നെ അങ്ങ് ഇട്ടേക്കാമെന്ന്. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള മേക്കപ്പ് റൊട്ടീനാണ്. വേറെ കോണ്ടോർ അങ്ങനത്തെ വലിയ സ്റ്റെപ്സ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മോയ്സ്ചറൈസർ ഇട്ട് മുഖത്തിന് നമ്മൾ പ്രെപ്പ് ചെയ്ത് വെച്ചു. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ലിപ് ബാം ഇടണമായിരുന്നു. ലിപ് ബാം ഞാൻ ഇടാൻ മറന്നു പോയി ഗൈസ്. അത് ഞാൻ അവസാനം ഇടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ വാം സാൻഡ് എന്ന് പറയുന്ന ഷെയ്ഡാണ് മോസ്റ്റ്ലി ഞാൻ യൂസ് ചെയ്യാറുള്ള കൺസീലർ. നിങ്ങൾ അഫോർഡബിൾ ആയിട്ടുള്ളൊരു കൺസീലർ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇത് ലാസ്റ്റ് ഷെയ്ഡാണ്. ഡസ്കി സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ കറക്റ്റ് ആയിരിക്കും. ഇത് മാത്രമായിട്ട് ഞാൻ യൂസ് ചെയ്യാറ്. മോസ്റ്റ്ലി ഞാൻ ഫൗണ്ടേഷൻ ഇട്ടില്ലെങ്കിലും കൺസീലർ മാത്രം പ്രിഫർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കണ്ണിൻ്റെ താഴെ മേളിലും പിന്നെ അൺഈവൺ സ്കിൻ ടോൺ ഉള്ള സ്ഥലത്തൊക്കെ ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഡാർക്ക് സ്പോട്ട്സ് ഉള്ള സ്ഥലത്ത് പിന്നെ ചുണ്ടിൻ്റെ സൈഡിൽ മീശയുടെയൊക്കെ ആ മസ്റ്റാഷൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത് യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് അവിടെ ബ്ലെൻഡ് ചെയ്ത് വെക്കണം. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് കളർ കറക്റ്ററോ യൂസ് ചെയ്യുന്നതാണ്. എനിക്കിപ്പോൾ കളർ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലയെന്ന് തോന്നിയുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. കൺസീലറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൺസീലർ ശരിക്കും ബ്ലെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ മാർസിൻ്റെ 07 എന്ന് പറയുന്ന ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മാർസിൻ്റെ പുതിയൊരു ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഫൗണ്ടേഷനാണെന്ന് തോന്നുന്നു. ഇത് നല്ല സൂപ്പർ ഫൗണ്ടേഷൻ. മോസ്റ്റ്ലി അത് സ്പെഷ്യലി നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് വേണ്ടി അവർ ചൂസ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഈ ഫൗണ്ടേഷൻ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് പോയി ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നല്ലൊരു ഫൗണ്ടേഷനാണ്. ഇതും നല്ല അഫോർഡബിൾ. അപ്പോൾ അഫോർഡബിൾ ആയിട്ട് ഫൗണ്ടേഷൻ നോക്കണമെങ്കിൽ ഇതും നിങ്ങൾക്ക് നോക്കാം. അത് നന്നായി നമുക്കൊരു ഗ്ലോ തരുന്ന നല്ല ഹൈ കവറേജ് ഉള്ളൊരു ഫൗണ്ടേഷനാണ്. ഇത് മാത്രം നമുക്ക് ഒരു ഉള്ളിൽ നിന്നൊരു ഉണർവ് തരുന്ന ഗ്ലോ ആണ്. മാറ്റ് ലുക്കല്ല, ഇത് അത്യാവശ്യം ഗ്ലോ തരുന്ന ഒരു ലുക്കാണ്. കൈ കൊണ്ടാണ് ഇത് ബ്ലെൻഡ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ബ്രഷ് സംഭവങ്ങൾ ഞാൻ യൂസ് ചെയ്യാറില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാ പ്രൊഡക്റ്റും ഞാൻ കൈ കൊണ്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫൗണ്ടേഷൻ നിങ്ങൾ കഴുത്തിലും കൂടി ഇടാൻ മറക്കരുത്. അത് ഇട്ടില്ലെങ്കിൽ നമുക്കൊരു ലുക്ക് കംപ്ലീറ്റ് ആവില്ല. നിങ്ങളുടെ മുഖം വേറെ കഴുത്ത് വേറൊരു കളറാകും. അപ്പോൾ നമ്മുടെ ഓൾ ലുക്കിനെ ശരിക്കും അഫക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കഴുത്തിൽ ഇടാൻ മറക്കുന്ന ആളാണെങ്കിൽ നിങ്ങളത് മറക്കരുത്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാനത് മറക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് കഴുത്തിലൊക്കെ ഇടാൻ നോക്കാം. അപ്പോൾ നിങ്ങളിത് ഭയങ്കര ഗ്രേ ലുക്കുള്ള ഫൗണ്ടേഷനൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ വേറൊരു ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ നോക്കാം. പിന്നെ ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം ഞാനൊരു ലൂസ് പൗഡർ വെച്ചൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഈ പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് ടാൽക്കം പൗഡർ യൂസ് ചെയ്താലും മതി. സെയിം എഫക്റ്റ് ആയിരിക്കും. പക്ഷേ കുറച്ചും കൂടി നല്ലത് ഇങ്ങനത്തെ പൗഡർ ആയിരിക്കും. ഇത് പോൺസിൻ്റെ ഒരു പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതിനേക്കാൾ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ലൂസ് പൗഡർ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇൻസൈറ്റിൻ്റെ പൗഡർ നല്ലതാണ്. ഇതിനേക്കാളും കുറച്ചും കൂടി നല്ലത് അതായിരിക്കും. പിന്നെ ഞാൻ പൗഡർ ഇട്ടതിന് ശേഷമാണ് ഞാൻ നേരത്തെ ഇടാൻ മറന്നു പോയ ലിപ് ബാം എടുത്തിടുന്നത്. അപ്പോഴാണ് എന്നത് ഓർത്തത്. നിങ്ങൾ നേരത്തെ ഇത് ഇടാൻ നോക്കുക. ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ബ്ലഷ്. ഈ ബ്ലഷ് ഇടണ വരെ എൻ്റെ മുഖം ഭയങ്കര പെയിലായിട്ടായിരിക്കും നിൽക്കുന്നത്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഈ ബ്ലഷ് അങ്ങ് ഇട്ടുമ്പോൾ നമ്മുടെ മുഖത്തൊരു ചോര വന്നൊരു ലുക്ക് വരും. ഇതാണ് മെയിൻ. നമ്മുടെ ബ്ലഷും ലിപ്സ്റ്റിക്കും ഇടുമ്പോൾ തന്നെ നമ്മുടെ മുഖം ഭയങ്കരമായിട്ട് ഒരു ഉണർവ് തരും. അപ്പോൾ ആ ഉണർവാണ് ഞാൻ ഇത്ര നേരം മിസ് ചെയ്ത്. ബ്ലഷ് ഇട്ടുമ്പോൾ നമ്മുടെ മുഖം ഉണർന്നിരിക്കും, ഉറക്കപ്പിച്ചൊക്കെ പോയ പോലെ ഇരിക്കും. പിന്നെ ഈ ബ്ലഷ് എന്ന് പറയുന്നത് ഇൻസൈറ്റിൻ്റെ തന്നെ ഡസ്റ്റി റോസ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. നല്ല സൂപ്പറായിട്ടുള്ള ബ്ലഷാണ്. എൻ്റെ കുറച്ചും കൂടി ഡ്രൈ സ്കിൻ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ക്രീമി ബ്ലഷാണ് ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങളുടെ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ ഇത് നല്ലതായിരിക്കും. ഡസ്റ്റി റോസ് എന്നാണ്. ഇത് 100 രൂപീസിന് താഴെ ഉള്ളൂ. പിന്നെ അത് ഞാൻ ഐലൈനർ യൂസ് ചെയ്യുന്നു. NYBയുടെ ഐലൈനറാണ്. ഈ ഐലൈനറെ പറ്റി പറയുവാണെങ്കിൽ എനിക്ക് ഐലൈനർ വലിയ കുഴപ്പമില്ല. ഓക്കെ പൈസയ്ക്കുള്ളതുണ്ടെന്ന് തോന്നുമെങ്കിലും എനിക്ക് എപ്പോഴും ഇഷ്ടം നമ്മുടെ ഡാസ്ലറിൻ്റെ ചെറിയ ബോട്ടിലില്ലേ 30-40 രൂപ, ആ ബോട്ടിൽ തന്നെയാണ്. ഞാൻ എപ്പോഴും അതിലാണ് സ്റ്റക്ക് ചെയ്തിരിക്കുന്നത്. ഞാനത് മാറ്റാൻ നോക്കുന്നത്. ഇപ്പോൾ ഈ NYBയുടെ ഐലൈനർ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണെങ്കിലും അത് വാട്ടർ പ്രൂഫായിട്ട് ഒരു ഗ്ലോസി ലുക്ക് ഉണ്ടെങ്കിലും എനിക്ക് അതിൻ്റെ ആപ്ലിക്കേറ്റർ ഒട്ടും ഇഷ്ടമല്ല. ഭയങ്കര മെനക്കെട്ടൊരു ആപ്ലിക്കേറ്ററാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഡാസ്ലറിൻ്റെ അടപ്പാണ് ഞാൻ ഇതിൽ വയ്ക്കുന്നത്. അതാണ് രണ്ടും വേറെ രീതിയിലിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ സ്റ്റെപ്പായ ലിപ്സ്റ്റിക്. അയ്യോ, ഈ ഷെയ്ഡ് നല്ല സൂപ്പർ ഷെയ്ഡാണ്. 90 രൂപയ്ക്ക് ഇത്രയും നല്ലൊരു ലിപ്സ്റ്റിക്കില്ല, ഇത്രയും നല്ലൊരു ഷെയ്ഡ് എനിക്ക് കിട്ടില്ല. അങ്ങനെ എനിക്ക് തോന്നിപ്പോയി. ഇത് ഇൻസൈറ്റിൻ്റെ ബോൺ എന്ന ഷെയ്ഡാണ്. ഇത് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കല്യാണത്തിന് വന്നില്ലെന്ന് ചോദിച്ച് വീട്ടിൽ നിന്ന് വിളിക്കുന്നതാണ് ഇറങ്ങി വരാൻ പറഞ്ഞ്.
നിങ്ങൾ നോക്കൂ ഗൈസ്, ഈ ഷെയ്ഡ് നോക്കൂ. പിന്നെ എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്? എനിക്ക് ആ ലിപ്സ്റ്റിക് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. പിന്നെ ഇത് ഞാൻ ഓൾറെഡി ഷോർട്സ് ചെയ്യാൻ വേണ്ടി എടുത്ത ഫുട്ടേജ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വെർട്ടിക്കലി വന്നേക്കുന്നത്. അത് നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എന്ത് സജഷൻസ് ഇങ്ങനെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.